ഹലോ എവറി വൺ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലായ്പ്പോഴത്തെയും പോലെ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തുന്ന കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലാണ് ഇന്ന് നമ്മളുള്ളത്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ ചിത്രശലഭ സങ്കേതമായിട്ട് പുനർനാമകരണം ചെയ്ത ഒരു വന്യജീവി സങ്കേതമുണ്ട്. ഏതാണത് എന്നാണുള്ളത്. അപ്പോൾ ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള സംരക്ഷിത വനമേഖലയാണ് ഈ ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഈ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് പുനർനാമകരണം ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ന്യൂസ്. ഓക്കെ, അപ്പോൾ ആറളത്തെ ശലഭ സർവേയിൽ ധാരാളം ശലഭ വൈവിധ്യങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഇത്തരത്തിൽ ശലഭ വൈവിധ്യം കണ്ടെത്തിയത് കണക്കിലെടുത്തുകൊണ്ട് സങ്കേതത്തെ ശലഭ സങ്കേതമായിട്ട് കഴിഞ്ഞ വർഷമാണ് പ്രഖ്യാപിക്കുന്നത്. 1984 ഈ ആറളത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, ഇപ്പം നമ്മൾ പറഞ്ഞു ശലഭ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള ശലഭങ്ങളുടെ വൈവിധ്യം കണക്കാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം ഈ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 327 ഇനം ചിത്രശലഭങ്ങളിൽ 266 എണ്ണം വന്യജീവി സങ്കേതത്തിൽ, ഈ ആറളം വന്യജീവി സങ്കേതത്തിലുണ്ട് എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള സംരക്ഷിത വനമേഖലയാണ് ആറളം എന്നുള്ളത് കൂടി നോട്ട് ചെയ്യാം കേട്ടോ. അടുത്തത്, ഏത് ഉപഗ്രഹവുമായാണ് ISRO PSLV-C62 വിക്ഷേപിക്കുന്നത്? EOS N1 എന്നതാണ് ആ ഒരു ഉപഗ്രഹം. അപ്പോൾ PSLVയുടെ C62 റോക്കറ്റ് പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ഈ ഒരു EOS N1 ഉൾപ്പെടെ, ഇത് മാത്രമല്ല, ഇതുൾപ്പെടെ 16 ഉപഗ്രഹങ്ങളുമായിട്ട് കുതിച്ചുയർന്നു. അപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഈ ഒരു PSLVയുടെ 64ാമത് ദൗത്യമാണിത്. 64ാമത് ദൗത്യം കുതിച്ചുയർന്നത്. ചാന്ദ്രയാൻ 1, ചൊവ്വ ദൗത്യം, ആദിത്യ L1 മിഷൻ, അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി ദൗത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിക്ഷേപണ വാഹനം കൂടിയാണ് ഈ പറഞ്ഞ PSLV എന്ന് പറയുന്നത്. കൂടാതെ 2017 104 ഉപഗ്രഹങ്ങളെ ഒന്നിച്ച് വിക്ഷേപിച്ചുകൊണ്ട് റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ശ്രദ്ധയേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏത് ഉപഗ്രഹവുമായിട്ടാണ് ISRO PSLV-C62 വിക്ഷേപിക്കുന്നത്? EOS N1 എന്നതാണ്. EOS N1 എന്ന ഉപഗ്രഹവുമായിട്ടാണ്. അടുത്തത്, CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും, CSR എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പുതിയ ഏകജാലക ഡിജിറ്റൽ പോർട്ടൽ ഉണ്ട്. അതാണ് പൻഘുടി എന്നത്. പൻഘുടി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം CSR പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ ഏകജാലക ഡിജിറ്റൽ പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. പൻഘുടി എന്ന പേരുള്ള ഈ ഒരു പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വനിതാ ശിശുവികസന മന്ത്രാലയമാണിത് പുറത്തു കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളും മറ്റ് സഹകരണങ്ങളുമൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകജാലക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ള പൻഘുടി എന്ന് പറയുന്നത്. ഇത് വനിതാ ശിശുവികസന വകുപ്പ് എന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി, കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. ഓക്കെ, അപ്പോൾ CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച പുതിയ ഏകജാലക ഡിജിറ്റൽ പോർട്ടൽ ഏതാണ്? പൻഘുടി. ഏകദേശം ഓരോ 16 മിനിറ്റിലും കോസ്മിക് ഡസ്റ്റ് ഭൂമിയിൽ പതിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്?
നമ്മുടെ ISRO ആണ്, ഇസ്രോ തന്നെയാണ്. ഏകദേശം ഓരോ 16 മിനിറ്റിലും കോസ്മിക് ഡസ്റ്റ് ഭൂമിയിൽ പതിക്കുന്നുണ്ട്. കോസ്മിക് ടെസ്റ്റ് പൊടിപടലങ്ങൾ ഭൂമിയിൽ പതിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ISRO. 2024 ജനുവരിയിൽ വിക്ഷേപിച്ചിട്ടുള്ള ഒരു PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മോഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ള ഡെസ്ക്, അതായത് എക്സ്പെരിമെൻ്റ് ആണ് നിർണായകമായിട്ടുള്ള ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത്. ചൊവ്വ, ശുക്രൻ തുടങ്ങിയ മറ്റു ഗ്രഹങ്ങൾക്കിടയിലുള്ള സൂക്ഷ്മ പൊടിപടലങ്ങൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഓരോ 1000 സെക്കൻഡിലും കുതിച്ചെത്തുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് ഏകദേശം ഓരോ 16 സെക്കൻഡിലും കോസ്മിക് ഡസ്റ്റ് ഭൂമിയിൽ പതിക്കുന്നു എന്ന് കണ്ടെത്തിയത് ISRO ആണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെ നമ്മളിവിടെ പറഞ്ഞു? അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്ത വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി വന്യജീവി സങ്കേതം. ഏത് ഉപഗ്രഹവുമായാണ് ISRO PSLV C62 വിക്ഷേപിക്കുന്നത്? EOS N1 ആണ്. EOS N1. CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച പുതിയ ഏകജാലക ഡിജിറ്റൽ പോർട്ടലാണ് പൻഖുടി. ഏകദേശം ഓരോ 16 മിനിറ്റിലും കോസ്മിക് ഡസ്റ്റ് ഭൂമിയിൽ പതിക്കുന്നു എന്ന് സ്ഥിരീകരിച്ച ബഹിരാകാശ ഏജൻസിയാണ് ISRO. അടുത്തത് ആധാർ ലോഗോ. പുതിയതായിട്ട് ഇപ്പോൾ ഒരു ആധാർ ലോഗോ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ആധാറിൻ്റെ പുതിയ ലോഗോ ഡിസൈൻ ചെയ്തത് ഒരു മലയാളിയാണ്. ആരാണ്? അരുൺ ഗോകുൽ എന്ന ഒരു മലയാളിയായിട്ടുള്ള അരുൺ ഗോകുലാണ് ആധാറിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആധാർ സേവനങ്ങളുടെ പ്രചാരണം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് UIDAI അതായത് യൂണിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ഒരു ആധാർ മസ്കോട്ട് പുറത്തിറക്കി. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അരുൺ ഗോകുലാണ് ഉദയ് എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു മസ്കോട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആധാറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ജനങ്ങളെ ഇത് സഹായിക്കും. അത് മാത്രമല്ല ആധാർ അപ്ഡേറ്റുകൾ, ഓതൻറ്റിക്കേഷൻ, ഓഫ്ലൈൻ വേരിഫിക്കേഷൻ, വിവരങ്ങൾ പങ്കിടൽ, പുതിയ സാങ്കേതിക വിദ്യകൾ, ആധാറിൻ്റെ സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം. ഇപ്പോൾ ആധാറിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആധാറിൻ്റെ സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം തുടങ്ങി ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയത്തിനായിട്ട് ഈ ഒരു മാസ്കോട്ടിനെ UIDAI നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ആധാറിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തത് ഒരു മലയാളിയാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. പേരെന്താണ്? അരുൺ ഗോകുൽ. അഷ്ടമുടി കായലിൽ നടന്ന പ്രസിഡൻസ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയത് നിരണം ചുണ്ടനാണ്. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. റാൻഡം പേരുകളൊക്കെ ആയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കണം. അഷ്ടമുടി കായലിൽ വെച്ചാണ് പ്രസിഡൻസ് ട്രോഫി ജലോത്സവം വള്ളംകളി. അതിന് കിരീടം നേടിയത് നിരണം ചുണ്ടൻ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസാണ് സൗമൻ സെൻ. കൊൽക്കത്ത സ്വദേശിയായിട്ടുള്ള ജസ്റ്റിസ് സൗമൻ സെൻ 2011 കൽക്കട്ട ഹൈക്കോടതിയിലും 2025 സെപ്റ്റംബറിൽ മേഘാലയ ഹൈക്കോടതിയിലും ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യത്തെ AI മോഡലാണ് സ്ലീപ്പ് FM എന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യത്തെ AI മോഡലിൻ്റെ പേര് സ്ലീപ്പ് FM എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേരെന്നറിയാമോ? ഉറക്കശീലങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആദ്യത്തെ AI മോഡലിൻ്റെ പേരാണ് സ്ലീപ്പ് FM. ഇത് വികസിപ്പിച്ചെടുത്തത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ഉറക്കശീലങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യത്തെ AI മോഡലാണ് സ്ലീപ്പ് FM. വികസിപ്പിച്ചത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ആധാറിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്ത മലയാളി ആരാണ്? അരുൺ ഗോകുലാണ്. തൃശ്ശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ്.
അഷ്ടമുടിക്കായലിൽ നടന്ന പ്രസിഡൻസ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയത് നിരണം ചുണ്ടനാണ്. നിരണം ചുണ്ടൻ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ. ആരോഗ്യ പ്രശ്നങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ആദ്യത്തെ AI മോഡലാണ് സ്ലീപ്പ് FM എന്നത്. സ്ലീപ്പ് FM വികസിപ്പിച്ചെടുത്തത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. അടുത്ത സെറ്റ് ചോദ്യം. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ട് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരമാണ്. എറണാകുളത്തുള്ള ബ്രഹ്മപുരത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. ബ്രഹ്മപുരത്താണ്. എറണാകുളത്താണ് ബ്രഹ്മപുരം. വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രം. സ്വാഭിമാൻ പർവ് എന്ന് പറയുന്ന ഒരു ആഘോഷം ഈ അടുത്തിടെ ഗുജറാത്തിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് ഗസ്നി നമ്മുടെ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിൻ്റെ 1000ാമത് വർഷമായിരുന്നു ഇത്. 1000ാമത് വർഷം ആഘോഷിച്ചു. മാത്രമല്ല സ്വാതന്ത്ര്യാനന്തരം ക്ഷേത്രം പുതുക്കി പണിയുകയും ചെയ്തിട്ടുണ്ട്. ഈ നിശ്ചിത ക്ഷേത്രം പുതുക്കി പണിയുകയും ചെയ്തു. അതിൻ്റെ 75ാമത് വാർഷികവും കൂടിയായിരുന്നു. ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് ഈ ഒരു സ്വാഭിമാൻ പർവ് എന്ന ഈ ഒരു ആഘോഷം ഗുജറാത്തിലെ ഒരു ക്ഷേത്രത്തിലുണ്ടായത്. ക്ഷേത്രം ഏതാണ്? സോമനാഥ ക്ഷേത്രമാണ്. സോമനാഥ ക്ഷേത്രം. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിൻ്റെ 1000ാമത് വർഷവും സ്വാതന്ത്ര്യാനന്തരം ക്ഷേത്രം പുതുക്കി പണിതതിൻ്റെ 75ാമത് വാർഷികവും പ്രമാണിച്ച് സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. ഇനി 2026 അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായത്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് AK ബാലസുബ്രഹ്മണ്യനാണ്. AK ബാലസുബ്രഹ്മണ്യൻ. 2026 അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായത് AK ബാലസുബ്രഹ്മണ്യൻ. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിക്കൊണ്ട് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇത്തരത്തിലൊരു വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ബ്രഹ്മപുരത്താണ്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരം. സ്വാഭിമാൻ പർവ് മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിൻ്റെ 1000ാമത് വർഷവും ശേഷം സ്വാതന്ത്ര്യാനന്തരം ക്ഷേത്രം പുതുക്കി പണിതതിൻ്റെ 75ാമത് വാർഷികവുമായി ആഘോഷിച്ച് ഇത് പ്രമാണിച്ചുകൊണ്ട് സ്വാഭിമാൻ പർവ് ആഘോഷിച്ച ഗുജറാത്തിലെ ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. സോമനാഥ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. 2026 ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാനായി നിയമിതനായത് AK ബാലസുബ്രഹ്മണ്യനാണ്. AK ബാലസുബ്രഹ്മണ്യൻ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്കായിട്ടുള്ള ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആരംഭിക്കുന്നത് പാലക്കാടാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ഏതാണ്? ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്രമല്ല ആദ്യത്തെ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ, ഇങ്ങനെ ആദ്യത്തേത് എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എത്രാമത് എന്നുള്ളതും ചോദിക്കാറുണ്ട്. വനിതാ ശിശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വനിതാ വ്യവസായ പാർക്കായിട്ടുള്ള ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എവിടെ ആരംഭിക്കുന്നു? പാലക്കാടാണ്. പാലക്കാട് ലക്കിടി പേരൂർ എന്ന ഗ്രാമപഞ്ചായത്തിലെ മുളഞ്ഞൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആരംഭിക്കുന്നത്. പ്രാരംഭഘട്ട
പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായിട്ട് ആശാവാൻ മൊബൈൽ യൂണിയൻ സംവിധാനം സജ്ജമാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആശാവാൻ എന്ന് പറയുന്ന ഒരു മൊബൈൽ യൂണിയൻ സംവിധാനം എന്തിനാണ്? പ്രാരംഭഘട്ടത്തിൽ തന്നെയുള്ള ക്യാൻസർ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായിട്ട് ആശാവാൻ മൊബൈൽ യൂണിയൻ സംവിധാനം സജ്ജമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്താണ്. ദേശീയ യുവജന ദിനം എന്നാണ്. ദേശീയ യുവജന ദിനം ജനുവരി 12 ഈ വർഷത്തെ 2026 ദേശീയ യുവജന ദിന പ്രമേയം എന്താണ്? സ്വയം ജ്വലിപ്പിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ്. സ്വയം ജ്വലിപ്പിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ് ഈ വർഷത്തെ 2026 പ്രമേയം. ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയമാണ് സ്വയം ജ്വലിപ്പിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. അപ്പോൾ എന്നാണ് ദേശീയ യുവജന ദിനം? ജനുവരി 12. ഇനി 2025 ഓടക്കുഴൽ പുരസ്കാരം ഈ അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത്. 2025 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ്? EP രാജഗോപാൽ. പുരസ്കാരം പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു കൃതി, പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള കൃതി ഏത് എന്നതുകൂടി പഠിക്കുക. മാത്രമല്ല തൊട്ട് മുന്നിലത്തെ കുറച്ച് വർഷങ്ങളിൽ ഇതുകൂടി പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 2025 ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലിനാണ്. സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമായിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് സാഹിത്യ വിമർശനമാണ്. അപ്പോൾ സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. EP രാജഗോപാലിനാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമായിട്ടുള്ള ഉൾക്കഥ എന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ്, പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ കൃതി ഗോപ എന്നതാണ്. ഗോപ എന്ന നോവലിനാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഗോപ. അപ്പോൾ കൃതി ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം. ആർക്കാണ് ലഭിച്ചത്, ഏത് വർഷം. അപ്പോൾ അതൊന്ന് ലിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പുരസ്കാരങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, അപ്ഡേറ്റ്സ് നമ്മളെ നോട്ട്സിൽ ആഡ് ഓൺ ചെയ്ത് വരിക. പക്ഷേ ഒരു പുരസ്കാരങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി സൂക്ഷിച്ച് അത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാൽ. സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കഥ ഏതാണ്? സാഹിത്യ വിമർശന ഗ്രന്ഥമായിട്ടുള്ള ഉൾക്കഥ എന്ന ഗ്രന്ഥത്തിനാണ് ഈ ഒരു പുരസ്കാരം. അപ്പോൾ എന്തൊക്കെ നമ്മളോട് പറഞ്ഞു? കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ആയിട്ടുള്ള ലെഗസി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എവിടെ വരുന്നു? പാലക്കാടാണ്. പാലക്കാട് ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്തിലെ മുളഞ്ഞൂരിലാണ് വരുന്നത്. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്ക് ആയിട്ട് ആശാവാൻ മൊബൈൽ യൂണിയൻ സംവിധാനം സജ്ജമാക്കി കൊണ്ടുവന്ന സംസ്ഥാനം ഗുജറാത്താണ്. ആശാവാൻ ഗുജറാത്ത്. ദേശീയ യുവജന ദിനം ജനുവരി 12. അപ്പോൾ ഈ ഒരു വർഷത്തെ ഈ ദിവസങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ദേശീയ യുവജനം പോലെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു വർഷത്തെ, നമ്മുടെ ഈ ഒരു നിലവിലുള്ള വർഷത്തെ ഈ ഒരു ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഇവിടെ ഒരു പ്രാധാന്യം നൽകി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് 2026 ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്? ജ്വലിപ്പിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ്. സ്വയം ജ്വലിപ്പിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ് ഈ ഒരു 2026 യുവജന ദിനത്തിൻ്റെ പ്രമേയം. 2025 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലിനാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശക ഗ്രന്ഥമായിട്ടുള്ള ഉൾക്കഥയ്ക്കാണ് പുരസ്കാരം. ഇനി 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം.
1930 കാനഡയിലാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ശേഷം 2026 നമ്മുടെ ഇപ്പോഴത്തെ 2026 ഗ്ലാസ്ഗോയിലായിരിക്കും നടക്കുന്നത് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസ്. 2030 അതൊരു ഇന്ത്യൻ നഗരത്തിലാണ്, അഹമ്മദാബാദിലാണ്. 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ് ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് 1930 എവിടെയാണ്? കാനഡയിലെ ഹാമിൽട്ടണിലാണ്. ശേഷം 2010 ഡൽഹിയിലായിരുന്നു വേദി. നമ്മുടെ ഇന്ത്യയിലെ ഡൽഹിയിലായിരുന്നു വേദി. 2026 ഈ ഒരു വർഷം 2026 ഗെയിംസ് ഗ്ലാസ്ഗോയിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ 2030 എവിടെയാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന നഗരം ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. 2025 അന്തരിച്ച ബോളിവുഡ് നടനായിട്ടുള്ള ധർമ്മേന്ദ്ര ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു 2004 ലോകസഭാംഗമായിട്ടുള്ളത്? അപ്പോൾ രാജസ്ഥാനിലെ ബിക്കാനീറാണ്. 2004 മുതൽ 2009 വരെയാണ് BJPയുടെ ഭാഗമായിട്ട് ധർമ്മേന്ദ്ര ലോകസഭാംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. 1935 ഡിസംബർ 8 പഞ്ചാബിലെ ലുധിയാനയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ശേഷം 1961 ഇദ്ദേഹം സിനിമയിലേക്ക് വരികയും പിന്നീട് ധാരാളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. ഷോലെ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രസിദ്ധ ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഏതൊരു കറണ്ട് അഫയേഴ്സ് സെഷനിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2004 ലോക്സഭാംഗമായത് ഇദ്ദേഹം ബിക്കാനീർ എന്ന രാജസ്ഥാനിലെ ഈ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടാണ്. 2004 മുതൽ 2009 വരെ ഇദ്ദേഹം BJPയുടെ ഭാഗമായിട്ട് ധർമ്മേന്ദ്ര ലോകസഭാംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന നഗരം ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഇന്ത്യൻ നഗരം ഏതാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദ്. 2025 അന്തരിച്ച ബോളിവുഡ് നടനായിട്ടുള്ള ധർമ്മേന്ദ്ര ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്നു 2004 ലോകസഭാംഗമായത്? രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. രാജസ്ഥാനിലെ ബിക്കാനീർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരാഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ആണ്, നല്ല രീതിക്ക് റിവൈസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.